ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിതാ +2 കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് തിരികെയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ബോർഡ് എക്സാമിൻ്റെ അതിഗംഭീരമായ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. സോ ഇത് കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ ബോർഡ് എക്സാം മാത്രമാണ് നോക്കി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു എൻട്രൻസ് എക്സാം നിങ്ങളുടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാം തന്നെയാണ് KEAM 2025 എന്ന് പറയുന്നത്. എല്ലാ വർഷവും മെയ് മാസം നടക്കാറുള്ള എക്സാം ഈ വർഷം ഏപ്രിൽ മാസമാണ് നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലുള്ളത് ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ബോർഡ് എക്സാമിൻ്റെ മാർക്കിന് KEAM എക്സാമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് KEAM റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ 50% എന്ന് പറയുന്നത് നമ്മുടെ +2 ബോർഡ് എക്സാമിൻ്റെ സ്കോറാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബാക്കിയുള്ള 50% എന്ന് പറയുമ്പം KEAM എക്സാമിൽ നിങ്ങൾ നേടുന്ന മാർക്കാണ്. അപ്പോൾ രണ്ടും നമുക്ക് എന്താണ്, ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം പ്രിപ്പറേഷനാണെന്ന് അറിയാം, മക്കൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇതിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബോർഡ് എക്സാമിനിടയിൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നില്ല, സബ്മിറ്റ് ചെയ്യാത്ത കാര്യം. KEAM എക്സാമിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. മക്കൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത്. 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, 10-ാം തീയതി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മക്കൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 15-ാം തീയതി വരെ സമയമുണ്ട്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ KEAM എക്സാമിന് കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം കുറേ പേര് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകൾ, ഇതൊക്കെ നിങ്ങൾ കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, KEAM എക്സാമിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾ KEAM എക്സാം നിർബന്ധമായും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ KEAM എക്സാം എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകൾ എല്ലാവർക്കും ഉള്ള എന്താണ്, പ്രവേശനം ഉറപ്പാക്കുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ KEAM എക്സാം എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, എഴുതേണ്ട ആവശ്യമില്ല. KEAM എക്സാം എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി എന്താണ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ്. പക്ഷേ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും KEAM എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ മക്കളെ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഏപ്രിൽ മാസം എന്ത് ചെയ്യാണ്, എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ലാസ്റ്റ് നിമിഷത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, അതിന് പഠിച്ചു തുടങ്ങുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു. സ്റ്റേ ട്യൂൺ.